എല്ലാവർക്കും ഇന്നൊരു ക്യൂരിയോസിറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത് ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ എന്തോ നിഗൂഢം നിറഞ്ഞ എന്തോ ആണെന്ന് പലരും വിചാരം. അപ്പോൾ ഇത് തുറന്ന അല്ലെങ്കിൽ ഡാർക്ക് വെബ് കയറി അപ്പം പോലീസ് പിടിക്കും എന്നൊക്കെയുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ആ ഇൻ്റർനെറ്റ് നമുക്ക് മൂന്നായി തരംതിരിക്കാം. എങ്ങനെ സർഫസ് വെബ്, ഡീപ്പ് വെബ് ആൻഡ് ഡാർക്ക് വെബ് എന്നിങ്ങനെ. അപ്പോൾ നമുക്ക് ഡാർക്ക് വെബിനെ പറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഗൂഗിളും അല്ലെങ്കിൽ യാഹുവോ അങ്ങനത്തെ പല ബ്രൗസേഴ്സും നമ്മൾ സെർച്ച് എഞ്ചിൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പലതും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ വരുന്നത് നമുക്ക് സർഫസ് വെബ് എന്ന് പറയുന്നൊരു ലെവലിലാണ്. അതായത് ഇൻ്റർനെറ്റ് നമ്മൾ മൂന്നായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ സർഫസ് വെബ്, ഡീപ്പ് വെബ്, ഡാർക്ക് വെബ് എന്നിങ്ങനെയാണ് തിരഞ്ഞിരിക്കാം. അപ്പോൾ ഈ സർഫസ് വെബിലുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഈസി ആക്സസ് ആയിരിക്കും. അതായത് ഒരു വേറെ സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ഒന്നും ആവശ്യമുണ്ടാവില്ല. പിന്നെ അതുപോലെ ഇൻഡെക്സ് കണ്ടൻറ്റ് ഈസിലി സെർച്ചബിൾ ഉള്ള കോമൺ സെർച്ച് എഞ്ചിൻസ്, അത് ഗൂഗിൾ, യാഹു അതുപോലത്തെ ഉള്ള കോമൺ ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ലിമിറ്റഡ് സ്കോപ്പ് ആയിരിക്കും. അതായത് ടോട്ടൽ ഇൻ്റർനെറ്റ് കണ്ടൻറ്റിൻ്റെ 5% മാത്രമേ നമുക്ക് എന്ത് ഗൂഗിളിൽ കിട്ടുന്നുള്ളൂ, അതായത് സർഫസ് വെബിൽ നിന്ന് കിട്ടുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള 5% പോയി കഴിഞ്ഞാൽ ബാക്കി 95% അവിടെ അത് ആ രണ്ട് സാധനങ്ങളാണ്. അതായത് ആ 95%ലാണ് എന്ത് കിടക്കുന്നത്, ഡാർക്ക് വെബും ഡീപ്പ് വെബും കിടക്കുന്നത്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സർഫസ് വെബിൽ വെറും 5% ഉള്ളൂ. ആ 5% നമുക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ട്, ഗൂഗിളിലും അതുപോലെ പലതരത്തിലുള്ള സർഫസ് വെബിലുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു അതിൻ്റെ ഒരു മെയിനായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മൾ ഡീപ്പ് വെബിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കാണിക്കുന്ന ഒരു പിക്ചറാണിത്. അതായത് സർഫസ് വെബ് പറഞ്ഞാൽ ഈ ഒരു 5% ഉള്ളൂ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, നമുക്ക് ഗൂഗിളിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് ആ സാധനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുള്ളൂ. അതിന് താഴേക്ക് വരുന്നതാണ് ഡീപ്പ് വെബ്, അല്ലെങ്കിൽ അതിൻ്റെ താഴത്തുള്ളതാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഡീപ്പ് വെബിൽ എന്തൊക്കെ വരുന്നത് വെച്ചാൽ ഈ ബാങ്കിങ് അതുപോലത്തെ എൻക്രിപ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഡീപ്പ് വെബിലും ഡാർക്ക് വെബിലൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് ലീഗൽ ഡോക്യുമെൻറ്റ്സ്, മെഡിക്കൽ റെക്കോർഡ്സ്, പിന്നെ അങ്ങനത്തെ ഡാറ്റാബേസ്, കോൺസ്പിറസി തിയറീസ്, സ്കിപ്ഡ് ഓവർ വെബ്സൈറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ബാങ്കിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ താഴത്തുള്ളതാണ് എന്ത്, ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ വേണം, അങ്ങനെ സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഡീപ്പ് വെബും ഡാർക്ക് വെബും എന്തെന്ന് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സർഫസ് വെബിൻ്റെ കാര്യങ്ങൾ, ഗൂഗിൾ എന്താ, ഫേസ്ബുക്ക് എന്താ, ആമസോൺ എന്താ, അതൊക്കെയാണ് സർഫസ് വെബിലുള്ളത്. ഇനി നമുക്ക് ഡീപ്പ് വെബിൽ എന്താ ഉള്ളത്, ഡാർക്ക് വെബിൽ എന്താ ഉള്ളത്, അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനായിട്ട് അത് ഡീപ്പ് വെബ് വേഴ്സസ് ഡാർക്ക് വെബ് നോക്കാം നമുക്ക്. അതായത് അപ്രോക്സിമറ്റ്ലി 90% ഓഫ് ഓൾ വെബ്സൈറ്റ് ആർ ഡീപ്പ് വെബ് ആൻഡ് യൂസ്ഡ് ബൈ കോർപ്പറേഷൻസ്, ഗവൺമെൻറ് ഏജൻസീസ്, നോൺ പ്രോഫിറ്റ്, അതായത് ബാങ്കിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഡീപ്പ് വെബിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. അതായത് 90% ഓഫ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ. അതിൻ്റെ താഴത്തുള്ളതാണ് ഡാർക്ക് വെബ്. നമുക്ക് ഈ പിക്ചറിൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഡീപ്പ് വെബിൻ്റെ വ്യത്യാസം റിക്വയർ ഓതൻറ്റിക്കേഷൻ നോട്ട് ഇൻഡെക്സ്ഡ്. അതായത് നമുക്ക് പെട്ടെന്ന് പോയി സെർച്ച് ചെയ്താൽ ഇപ്പോൾ ബാങ്കിൽ പോയിട്ട് നമുക്ക് ബാങ്കിൻ്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഒരാളെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് എന്ത് വേണം, ഓതൻറ്റിക്കേഷൻ വേണം, കൂട്ടത്തിൽ എന്ത് വേണം, അത് അങ്ങനെ പെട്ടെന്ന് ഇൻഡെക്സ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഡാർക്ക് വെബിലാകുമ്പോൾ എന്താ, ഡാർക്ക് വെബിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഇത് വേണം, ബ്രൗസർ തന്നെ വേണം. അതായത് ടോർ പറയുന്ന ഒരു ബ്രൗസർ, അതായത് ആക്സസ് വിത്ത് ഡീപ്പ് വെബ്, ഡീപ്പിൻ്റെ ഉള്ളിലാണ്, താഴെയാണ് ഇതുള്ളത്. പിന്നെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ടോർ ഈസ് ലീഗൽ ബട്ട് റിക്വയർസ് കോഷൻസ്. അതായത് ടോർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കോഷൻസ് ആയിരിക്കണം. അപ്പോൾ എന്താണ് നമ്മൾ ഡീപ്പ് വെബിനെ പറ്റിയത് പറയാം. നമ്മളിപ്പോൾ ആക്സസ് ചെയ്യുമ്പോൾ ഡാർക്ക് വെബിനെ പറ്റിയാണ്. അപ്പോൾ ഡാർക്ക് വെബിനെ പറ്റി നമുക്ക് പറയാം. ഡാർക്ക് വെബ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2000 ആണ് അത് വന്നത്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അതൊരു മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു അത്. പിന്നെ അത് എല്ലാ പബ്ലിക്കിനും ആക്സസ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡാർക്ക് വെബ് വർക്ക്സ്, അതായത് ഓണിയൻ റൂട്ടിങ് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഓണിയൻ റൂട്ടിങ് എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതിനായിട്ട് വാട്ട് ഈസ് ടോർ ബ്രൗസർ. ആ ഓണിയൻ റൂട്ടിങ്, ആ ടോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പിൾ തന്നെ ഒരു ഒണിയൻ്റെ പോലെയാണ്. അത് അതിനായിട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമ്മളൊരു ഉള്ളി തൊലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഒരു ഓണിയൻ പീൽ ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തുറന്ന് അതിനുള്ളിലേക്ക് പോകണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഓണിയൻ ബ്രൗസറിൻ്റെ കാര്യം പറയുന്നത്. ടോർ ബ്രൗസർ അനോണിമസ് വെബ് ട്രാഫിക്കാണ്. അതായത് ഇറ്റ് പ്രൊട്ടക്ട് അവർ ഐഡൻറ്റിറ്റി ഓൺലൈനിലുള്ള നമ്മളെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ബ്രൗസറാണ്. അതായത് ഗൂഗിളിൽ ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ സെർച്ച് എഞ്ചിന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്താ സെർച്ച് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ടോർ ബ്രൗസർ ഉപയോഗിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് അങ്ങനെ നമ്മളെ ഇൻഡെക്സ് ചെയ്യാൻ കഴിയില്ല. അതായത് നമ്മളെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ളത് അനോണിമസിയാണ്. അതിൽ അഡ്വാൻറ്റേജസ് ഓഫ് ടോർ ബ്രൗസർ പറഞ്ഞാൽ അനോണിമിറ്റി, അത് നമ്മളെ IP അഡ്രസ്സ് ഹൈഡ് ചെയ്യും. അതുപോലെ നമ്മളെ ട്രാഫിക്സ് എൻക്രിപ്റ്റ് ചെയ്യും. അതായത് നമ്മൾ
ഏതൊരു സെർവറിലേക്കാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, ഇൻഡെക്സ് ചെയ്യുന്നത്, ആ പോയ വഴികളെല്ലാം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് തരും. പിന്നെ ഓപ്പൺ സോഴ്സ് ആണ്, അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ആക്സസ് ഓണിയൻ സൈറ്റ്സ്, അതായത് ഡാർക്ക് വെബിലേക്കൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. പിന്നെ വൈ ദ യൂസ് ഓഫ് ടോർ ബ്രൗസർ, എന്തിനാണ് നമ്മൾ ടോർ ബ്രൗസർ ഉപയോഗിക്കുന്നത്? ഒന്ന്, പ്രൈവസി, പ്രൊട്ടക്ഷൻ ഫ്രം മാർക്കറ്റേഴ്സ് ആൻഡ് ഐഡൻറ്റിറ്റി തീവ്സ്. ഇപ്പോൾ നമ്മൾ ഹാക്കേഴ്സിനൊക്കെ രക്ഷപ്പെടാനും, പിന്നെ അതുപോലെ പിന്നെ സെക്യൂരിറ്റി, നമ്മൾ ഹൈഡ് ആക്ടിവിറ്റി, നമ്മൾ എന്താ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ടോർ ബ്രൗസർ. പിന്നെ അതിൻ്റെ അവൈലബിലിറ്റി പറഞ്ഞാലും നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കാം, നമുക്ക് ഫോണിലും കിട്ടും, ഫോണിൽ ഉപയോഗിക്കാം ടോർ ബ്രൗസർ. പിന്നെ അതിൻ്റെ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതാണിപ്പോൾ നമ്മളെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സർഫസ് വെബിലാണ് നിങ്ങൾ നേരിട്ട് വേറെ സെർവറിലേക്കാണ് പോകുക. പക്ഷേ ഓൺലൈൻ ബ്രൗസറിൽ നമ്മൾ ആദ്യം ഈ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകും, ആ കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലേക്ക് പോകും, ഈ കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലേക്ക് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ റഷ്യയിലൊക്കെ ആയിരിക്കും, ഈ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ അമേരിക്കയിലായിരിക്കും, ഈ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ പാകിസ്ഥാനിലായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ പോയി കറങ്ങിയിട്ടാണ് തിരിച്ചാണ് നമുക്ക് ഈ ഇതേ വന്ന വഴിക്കൂടെ ആൻസർ കിട്ടും. ചിലപ്പോൾ ഇത് പോകുന്നത് ഈ വഴിയിലൂടെ ആയിരിക്കും, ചിലപ്പോൾ തിരിച്ച് വരുന്നത് ഈ വഴിയിലൂടെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെന്ത് ട്രാഫിക്കിങ് കഴിയില്ല അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിരിക്കും, നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഇൻഡെക്സ് ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും കിട്ടുക. അങ്ങനെയൊക്കെയാണ് ടോർ ബ്രൗസറിൻ്റെ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നതല്ല, ഡാർക്ക് വെബ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോർ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വേണം. പിന്നെ ഇല്ലീഗൽ യൂസും ലീഗൽ യൂസസും, ഏതൊരു കാര്യത്തിനും നല്ലതും ചീത്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ലീഗൽ യൂസസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ഗവൺമെൻറ് സ്ക്രൂട്ടിനിറ്റി അവോയ്ഡ് ചെയ്യാം. പിന്നെ സെക്യൂർ കമ്മ്യൂണിക്കേഷനാണ്, അനോണിമിറ്റി എപ്പോഴും ഉണ്ടാവും ഡാർക്ക് വെബിലാവുമ്പോൾ, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇല്ലീഗൽ യൂസസ് ഓഫ് ഡാർക്ക് വെബ് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ്, പിന്നെ അതുപോലെ ഇല്ലീഗലായിട്ടുള്ള ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. കാര്യങ്ങളൊക്കെ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ ഓൺലൈൻ റൂട്ടിങ്ങിലും കൂടെയാണ് ചെയ്യുന്നത്, നമ്മൾ പ്രൈവസി നമ്മൾ എന്തെങ്കിലും മെയിൻ ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. എന്താണ്, ഇനി നമുക്ക് നേരെ ഡാർക്ക് വെബിലേക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? ടോർ ബ്രൗസറാണ്. അപ്പോൾ നമുക്ക് അതിങ്ങനെ ആദ്യം ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് നോക്കാം, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നേരിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ടോർ ബ്രൗസറിനോ അല്ലെങ്കിൽ ടോർ പ്രൊജക്ട്സിനോ എന്തായാലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള ടോർ ബ്രൗസർ നമ്മൾ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ടോർ ബ്രൗസറിന് ചെയ്യാം, ഡൗൺലോഡ് ടോർ ബ്രൗസറിനുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ടോർ ബ്രൗസറിൻ്റെ ഒഫീഷ്യൽ പേജ് തന്നെയല്ല നോക്കാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ നമുക്ക് വിൻഡോസിലേക്കാണ് ആവശ്യമെങ്കിൽ വിൻഡോസിൽ വന്നാൽ മാക്കിലേക്കാണ് മാക്കിൽ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റിലേക്കാണ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ആൻഡ്രോയിഡിലേക്കാണ് ആൻഡ്രോയിഡിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. എങ്ങനെയായാലും അതിൻ്റെ നോക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം നോക്കിയിട്ട് അതിനുള്ള ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ താഴെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ മാക്കിലായതുകൊണ്ട് മാക്കിലുള്ള ഇൻസ്റ്റാൾ ചെയ്യാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിനി വീണ്ടും ചെയ്യുന്നില്ല. ഇതിൻ്റെ ടോർ ബ്രൗസർ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടോർ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ടോർ ബ്രൗസർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കാണും എസ്റ്റാബ്ലിഷിങ് കണക്റ്റിംഗ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഓരോ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൈവസിയാണ്. പിന്നെ അതിൽ മെയിനായിട്ടുള്ളത് ഈ ഒണിയനൈസ് എന്നുള്ളൊരു ഓപ്ഷന് എനേബിൾ ചെയ്തിടണം. പിന്നെ അതുപോലെ തന്നെ ടോർ ബ്രൗസറിലുള്ള സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഡക്കോ എന്ന് പറയുന്നൊരു ബ്രൗസറാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഒരു ഈ ഗൂഗിൾ പോലത്തെ ഒരു ബ്രൗസറാണ്. ഒണിയൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ഫീച്ചർ സെക്യൂരിറ്റിയാണ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സെർവറിന് ഒരു IP നിന്ന് അടുത്ത IP അങ്ങനെ 2-3-4 IP ഒരു ശൃംഖല ആണ് നമുക്കൊരു സാധനം കിട്ടുന്നതെങ്കിൽ. ഇപ്പം നമ്മൾ ഗൂഗിളും സെർച്ച് ചെയ്യുന്നതിൽ തന്നെ എത്രയോ സമയം എടുത്തിട്ടാണ് അത് നമുക്ക് ഇൻഡെക്സായി കിട്ടുള്ളൂ. അത്രത്തോളം IP കൂടെ കടന്ന് പോയിട്ടാണ് നമുക്ക് ആ റിസൾട്ട് വരുന്നത്. ഇത്രയും സമയം എടുത്തിട്ടാണ് ആ ഒരു റിസൾട്ട് വന്നത്. കറണ്ട് ലൊക്കേഷനാണ് നോക്കുന്നത് കേട്ടോ.
ഡച്ച് ലാൻഡിൽ എവിടെയാണ് കാണിക്കുന്നത് സ്ഥലം? നമ്മളിപ്പോൾ കറണ്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്സിൽ വെച്ച് നോക്കുമ്പോൾ ഡച്ച് ലാൻഡിൽ എവിടെയാണ് കാണിക്കുന്നത്? നമുക്കൊന്നുകൂടി ഇത് റീഫ്രഷ് ചെയ്ത് നോക്കാം. ന്യൂ ഐഡൻറ്റിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന പാത്തൊക്കെ ക്ലിയർ ആയിട്ട് പുതിയൊരു ആളായിട്ട് നമ്മൾ കയറും വീണ്ടും. പിന്നെ വീണ്ടും നമ്മൾ വേറെ അമ്മ വെച്ച് നോക്കുമ്പോൾ നമ്മളെവിടെ ഉള്ളത് നോക്കാം. വിയന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ കറണ്ട് ലൊക്കേഷൻ കാണിക്കുന്നത്. നമ്മൾ വീണ്ടും ഐഡൻറ്റിറ്റി ചേഞ്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വേറെ വെച്ച് നോക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ ടോർ ബ്രൗസറിൻ്റെ ഒരു പ്രത്യേകത. മീൻസ് നമുക്കൊരു കാര്യം ഇൻഡെക്സ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒരു IP അഡ്രസ്സിൽ കൂടി കടന്ന് പോയിട്ടാണ് നമുക്ക് ആ ഒരു ഡാറ്റ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലാഗും ഉണ്ടാവും. ഇതിപ്പോൾ 100 MB/s നെറ്റ് കണക്ഷൻ ഉണ്ടായിട്ട് പോലും ഒത്തിരി സ്ലോ ആയിട്ടാണ് വരുന്നത്. ഒരു google.com ചെയ്യുമ്പോൾ പോലും അത്രയും ലൈറ്റായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഓണിയൻ സൈറ്റുകൾ പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചുകൂടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസിന് പോളിസിക്ക് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഇതൊരു ഹിഡൻ വിക്കി എന്ന് പറഞ്ഞിട്ടൊരു പേജാണ്. അതായത് ഈ ഓണിയൻ സൈറ്റുകളുടെയൊക്കെ ഒരു ഡിക്ഷണറി എന്ന് പറയാം. അതൊക്കെ ഈ പേജാണ്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. അതായത് കുറേ സെർച്ച് എൻജിൻസ്, മെയിൽ സർവീസസ്, അതായത് ഇതൊരു മെയിൽ ട്യൂട്ടോർ പറഞ്ഞൊരു സീക്രട്ട് ആയിട്ടുള്ള അനോണിമസ് ആയിട്ട് നമുക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓണിയൻ പേജാണ്. ഓണിയൻ പേജുകൾക്ക് പ്രത്യേകത വെച്ചാൽ .com ഉണ്ടാവില്ല, .onion ആയിരിക്കും. അത് നമുക്ക് പോയിട്ട് സാധാ നമ്മളെ സർഫസ് വെബിൽ പോയിട്ട് .onion സൈറ്റുകൾ നമുക്ക് കിട്ടില്ല. അത് ഡാർക്ക് വെബിൽ മാത്രം കിട്ടുന്ന സൈറ്റുകളാണ് .onion. പിന്നെ അതുപോലെ BBC-യുടെ ഓണിയൻ സൈറ്റാണിത്. അതുപോലെ CIA-യുടെ ഓണിയൻ സൈറ്റ്. അങ്ങനെ ലീഗലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇല്ലീഗലായിട്ടുള്ള കുറേ സാധനങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ ഒരിക്കലും ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നതുമില്ല. ഇതാണ് ടോർ പ്രൊജക്റ്റിൻ്റെ ഓണിയൻ സൈറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, താങ്ക് യു.